ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി ചില്ലി പൊട്ടാറ്റോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കുണ്ടല്ലോ കുട്ടികളൊക്കെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിനായിട്ടുണ്ടല്ലോ ഞാനിവിടെ ആദ്യം തന്നെ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മൈദ ഉണ്ടല്ലോ, മൈദാപ്പൊടിയും കൂടി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്കുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ അത് ഞാനൊരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ പിന്നെ നമുക്കിത് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ടോട്ടൽ 3 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾക്ക് കുഴച്ചെടുക്കാം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി പോവാനും പാടില്ല കേട്ടോ. വെള്ളത്തിന് പകരം ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും വേണ്ടില്ല കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടാറ്റോമേലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു ചട്ടി വെക്കാം. നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടുണ്ടല്ലോ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് നേരമൊന്നും നമുക്ക് ഫ്രൈ ചെയ്യേണ്ട, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 2 സൈഡും മൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മസാല തേച്ചിട്ട് ഒരുപാട് നേരം വെക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടിയൊന്നും അധികം പിടിച്ചിട്ടുണ്ടാവും, മസാല ഒന്നും അധികം പിടിച്ചിട്ടില്ല കേട്ടോ പൊട്ടാറ്റോമിൽ. അങ്ങനെ ഇത് നമുക്കൊരു അരിപ്പക്കയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കോരിയെടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ഒക്കെ വാർന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്തോണ്ടാണ്. ഇനി നമുക്കിതോടെ മാറ്റി വെച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കായാലും ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു കട്ടയില്ലാതെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതെന്തിനാണ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് വെക്കാട്ടെ. നമുക്ക് പണ്ടിടയിൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമുക്കിത് മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ചെയ്തിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ ഞാൻ ഒരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സവാള അതിൻ്റെ ഒരു പകുതി അതും കൂടി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 3ഉം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലമായിട്ടാണ് കേട്ടോ. ഇത് ഈ പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ പല ടൈപ്പിലാക്കുമ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടാണ് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ഭാഗം, അതായത് ചെറിയൊരു ക്യാപ്സിക്കായിരുന്നു, അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സോയാ സോസ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കെച്ചപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ടീസ്പൂണോളം കെച്ചപ്പ് ഉണ്ടാവും കേട്ടോ. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1-2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ കലക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവർ പൊടി ഇല്ലേ, അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കോൺഫ്ലവർ എന്തിനാണ് നമ്മളിങ്ങനെ കലക്കി ഒഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മളുടെ കറി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ദാ ഇത് ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് കെച്ചപ്പ് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കളറ് കാണുമ്പോൾ നമുക്ക് കെച്ചപ്പൊക്കെ ഒരുപാട് ഒഴിച്ച പോലെ തോന്നും, പക്ഷെ അതെല്ലാം നമ്മൾ ചില്ലി പൗഡറും കൂടി ഇട്ടതിൻ്റെ കളറാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാപ്സിക്കൊക്കെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചില്ലി പൊട്ടാറ്റോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ ബൈ.